മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ മീനൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഒരു തീയൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് തേങ്ങയ്ക്കകത്ത് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള, ഉരുളൻകിഴങ്ങ്, തക്കാളി, പച്ചമുളകാണ്. പിന്നെ ഒരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കണം. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തിരുകി വെച്ച ആ തേങ്ങയും കൊച്ചുള്ളിയില്ലേ, അതിലേക്ക് ഒന്ന് തട്ടിയിടണം. എന്നിട്ടത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം, അടിക്കൊന്നും പിടിക്കാതെ. അത് മൂത്ത് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നമ്മുടെ എരിക്കനുസരിച്ച് മുളക് പൊടി ഇടാം. ഇത് സാധാ മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു 3-3.5 കരണ്ടി മുളക് പൊടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും നമ്മുടെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം. ഞാൻ 2-2.5 കരണ്ടി മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയാണ്. അത് നമ്മുടെ അളവിനനുസരിച്ചിടാം. എന്നിട്ടത് ആ മൂത്ത് വന്ന തേങ്ങയിലേക്ക് തട്ടിയിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ മിക്സാക്കി ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും അതൊരു പാത്രത്തിലേക്ക് മാറ്റണം. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതൊന്ന് ചൂടാക്കാൻ വെക്കണം. ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, സവാള, അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് പാടി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര ഉപ്പ് വേണോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ, അതൊന്ന് നല്ലതുപോലെ അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നല്ല ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്താൽ മതി. തോനെയും തേങ്ങ വേണമെന്നില്ല, കുറച്ച് തേങ്ങ എടുത്ത് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം, തോനെയും വെള്ളം ചേർക്കണ്ട, ആദ്യമേ കുറച്ച് വെള്ളം ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നേരം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതൊന്ന് തിളച്ച് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ തീയൽ കറി റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.